ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രതുല. ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഏറ്റുമാനൂർ ഹാങ് ഔട്ട് എന്ന് പറയുന്നൊരു പാർക്കാണ്, കുട്ടികളുടെ ഒരു പാർക്കാണ്. ഒരുപാട് പാർക്കിലൊക്കെ പലരും പോയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കുട്ടിയും കൊണ്ട് മോളെയും കൊണ്ട് വരുന്നത്. ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ. കുറച്ച് ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഫ്രണ്ടിലുണ്ട്. കുഴപ്പമില്ല, നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ വന്നിട്ടില്ലാത്തവർക്ക് വരാം കേട്ടോ. ഒരു അടിപൊളി പ്ലേസാണ്. കുട്ടികൾ ഹാപ്പിയാവും, നമുക്കും ഒരു എൻജോയ്മെൻറ്റാണ്. കാരണം ഇവിടെ നമ്മൾക്കും കൂടി ഇൻവോൾവ് ആകാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അത് ഇവിടെ വന്നാൽ മനസ്സിലായി, ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് ഇതുപോലെ ചെറിയൊരു ഗുഹ പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. പ്ലേ വേൾഡ് എന്നൊക്കെ എഴുതിയിട്ട് ഈ ഗുഹയ്ക്കകത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അത് 3 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം കേട്ടോ. 80 രൂപയാണ് ടിക്കറ്റ്. പക്ഷെ 80 രൂപ കൊടുത്താലും വർത്താണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റൊക്കെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു സ്ട്രിപ്പ് തരും. ഒരു ബാൻഡാണ് കേട്ടോ കയ്യിലൊട്ടിക്കാനായിട്ട്. അത് 4 ടിക്കറ്റ് എടുത്താൽ 4 ബാൻഡ് തരും. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ അതിലൂടെ ടിക്കറ്റൊക്കെ എടുക്കാണ്ട് ആരെങ്കിലും കറങ്ങി നടപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഒട്ടിക്കുക. അത് ഒട്ടിച്ചിട്ട് ആ ബാൻഡ് ഇട്ടിട്ടാണ് നമ്മളിതിനെ അത് ഒട്ടിക്കുന്നത് കേട്ടോ. സ്റ്റിക്കർ പൊളിച്ചിട്ട് കയ്യിലേക്ക് ചുറ്റിയിട്ട് ഒട്ടിക്കാം. അപ്പോൾ അത് ഒട്ടിച്ചിട്ടാണ് പിന്നെ നമ്മളിതിലൂടെ നടക്കുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ റൈഡിനും ഒന്നും ഒരുപാട് ഇതുപോലെ ഈ വണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാത്രമാണ് എക്സ്ട്രാ പൈസ വേറെ കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ. പിന്നെ അവിടെ അതിനെക്കാട്ടിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, റൈഡിലൊന്നും കയറിയിട്ടില്ലെങ്കിലും കുട്ടികൾക്ക് ഡാൻസോ പാട്ടോ ഒക്കെ അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. അതിന് മൈക്കും സ്റ്റേജും ഒക്കെ തരുന്നുണ്ട്, പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്താൽ ഒരു ചോക്ലേറ്റ് അവർക്കൊരു സമ്മാനമായിട്ടും കൊടുക്കും. അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. അതുപോലെ നമുക്കും വെറുതെ ഇരുന്ന് കുട്ടികളുടെ പാട്ട് കേൾക്കാം. ഒരു എൻജോയ്മെൻ്റാണ്, രസമാണ് കേട്ടോ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ജീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അയാൾ കാത്തിരുന്നത്. അയാൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് ഓടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, ഇത് കുട്ടി എങ്ങനെ ഓടിക്കും ഞാൻ. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, മോൾക്ക് ഓടിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിന് റിമോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. അവൾ എപ്പോഴും ഇത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോയിലൊക്കെ കാണുമല്ലോ ഓരോ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ. നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവൾക്കത് യൂസ് ചെയ്യാൻ പറ്റി. റിമോട്ടായിട്ട് എൻ്റെ ബ്രദറാണ് കേട്ടോ കുറേ നടക്കുന്നത്. അപ്പോൾ ആൾക്കും അതൊരു രസമായി. ചെറിയ വണ്ടികളിൽ നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് ഓടിച്ചു, ഇത്രയും വലിയ വണ്ടി റിമോട്ട് ഉപയോഗിച്ച് ഓടിച്ചു ഒരു രസമുണ്ട്. അപ്പോൾ ഇവിടെ ഗെയിംസൊക്കെ നടക്കുകയാണ്. പേരൻസിനും കുട്ടികൾക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ ഗെയിംസിൽ പങ്കെടുക്കാം. പിന്നെ ഇതുപോലെ കുറേ റൈഡ്സുകളുണ്ട്, വാട്ടർ തീം ആയിട്ടുള്ള ഗെയിംസും അല്ലാതെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് കണ്ട് നടക്കാം, കുട്ടികൾ കയറാം. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ ഇങ്ങനെ നിറങ്ങുന്ന സാധനമൊക്കെ അല്ലേ, അതിൽ കൊച്ചു കുട്ടികൾക്ക് വരെ കയറാൻ പറ്റുന്ന കുറേ എണ്ണമുണ്ട്. അപ്പോൾ തീരെ കുട്ടിയാണെങ്കിൽ പോലും നമുക്കതിൽ പേടിക്കാണ്ട് കയറാം. കാരണം വീഴുമൊന്നും പേടിക്കേണ്ട, അത്രയും എന്താ പറയുക ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ വരാം. അപ്പം ഞങ്ങളും ഇതിൽ ഒരു ഗെയിമിലൊക്കെ പങ്കെടുത്തു കേട്ടോ. ആൾ കുറേ നേരം അവിടെ നോക്കി നിന്നിട്ട് അവസാനം എനിക്കും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ കയറി. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗെയിമിലൊക്കെ കയറുന്നത്. ഇങ്ങനെ ബോൾസ് പിക്ക് ചെയ്യാനായിട്ട് കുറേ ബോൾസ് ഇട്ടിട്ടുണ്ട്. ഇത് 4, 5 വയസ്സിന് പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഗെയിമായിരുന്നു. പേരൻസും കൂടി വരണം. അപ്പോൾ അതിലിഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ 15 സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് പേരൻസിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. അതാണ് ഗെയിം. ആൾക്ക് 4 കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓറഞ്ച് എടുക്കാനിടയിൽ ഗ്രീനൊക്കെ എടുക്കാൻ പോയി, അതുകൊണ്ടാട്ടോ. ആൾക്ക് പെട്ടെന്ന് എല്ലാവരെയും കൂടി ഇരുന്നപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൽ മനസ്സിലായില്ല. കുഴപ്പമില്ല, ആൾ
പങ്കെടുത്തതിന് വലിയ സന്തോഷമായിട്ടാണ്. പിന്നെ ഇത് ഈ നെറ്റിൽ കിടന്ന് ചാടണമായിട്ട് ആദ്യം കയറിയിട്ട് പേടിച്ച് ഓടിപ്പോയ ആളാണ്. പിന്നീട് ലാസ്റ്റ് പൂർവാധിക ശക്തിയോട് കൂടി വന്ന് അതിൽ കയറി നിന്ന് ചാടാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞതിലും ഈ വീഡിയോ ചെയ്യലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ എല്ലാവർക്കും ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.